നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വൃഷണസഞ്ചിയിലുള്ള ഒരു വീക്കം, അതായത് ഹൈഡ്രോസീൽ എന്ന അസുഖത്തിനെക്കുറിച്ചാണ്. ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു 55 വയസ്സുള്ള ഒരു പേഷ്യൻറ്റിന് ഇതുപോലെ വൃഷണസഞ്ചിയുടെ വീക്കം ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് വേദനയൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല. പക്ഷേ ഈ വീക്കം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. ഓരോ വർഷം കഴിയുന്തോറും, കുറേ വർഷങ്ങളായിട്ടുണ്ട്, വർഷം കഴിയുന്തോറും ഇത് വീക്കം കൂടിക്കൂടി വരുന്നു. അതുകൊണ്ട് ഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ ഇത് ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ 2 വീലറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിങ്ങനെ പ്രസ്സാകുന്നതുകൊണ്ട് ചെറിയ വേദനകൾ വരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സിംറ്റംസ്. അത് വിശദമായിട്ട് പരിശോധിച്ച് നോക്കി. അപ്പോൾ ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഹൈഡ്രോസീൽ ആണെന്ന് മനസ്സിലായി. എല്ലാ വീക്കവും ഹൈഡ്രോസീലല്ല, സിസ്റ്റാകാം, ഹൈഡ്രോസീലാകാം, അല്ലെങ്കിൽ ടെസ്റ്റിസ് വൃഷണത്തിലുള്ള മുഴകളാകാം. ഇതെന്താണെന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാൻ. ഹൈഡ്രോസീൽ എന്ന് പറയുന്ന അസുഖം വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. ഇത് എല്ലാ പ്രായഭേദമന്യേ കൊച്ചു പിള്ളേരിലോ അല്ലെങ്കിൽ ന്യൂ ബോണിൽ വരെ ഇത് കാണാം. ചില പ്രായമുള്ള ആൾക്കാരിലും ഇത് കൂടുതലായിട്ട് കാണാം. നമ്മുടെ ഈ കേരള ബെൽറ്റിലെ ഇത് ഇച്ചിരി കൂടുതലായിട്ട് കാണുന്നത്, ഇതിനൊരു ബന്ധം ഈ ഫൈലേറിയൽ ഫീവറുമായിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ എറണാകുളം, ചേർത്തല, ആലപ്പുഴ ആ സൈഡിൽ വളരെ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഹൈഡ്രോസീൽ? ഹൈഡ്രോസീൽ എന്ന് പറയുന്നത് നമ്മുടെ വൃഷണസഞ്ചിയിലെ ടെസ്റ്റിസിന്, വൃഷണത്തിന് ചുറ്റിനുമുള്ള ഒരു ഒരു വജൈനൽ സാക്കിനകത്ത് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നതാണ് ഹൈഡ്രോസീൽ. ഇത് പ്രായഭേദമന്യേ എല്ലാ ഏജിലും ഇത് നമുക്ക് കാണാം. ന്യൂ ബോൺ ജനിക്കുമ്പോൾ തന്നെ ചില കുട്ടികളിൽ ഈ ഹൈഡ്രോസീൽ നമുക്ക് കാണാം. എന്നാൽ പ്രായമാകുമ്പം 40-45 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ചില ആൾക്കാരിൽ ഇത് രണ്ടാമതായിട്ട് കാണപ്പെടുന്നുണ്ട്. അക്വയർഡ് ഹൈഡ്രോസീലാണത്. ഈ ഹൈഡ്രോസീൽ ഉണ്ടാകാനുള്ള പല കാരണങ്ങൾ ഉണ്ട്. അതായത് ചിലപ്പോൾ ഇത് നമ്മുടെ വയറിലുള്ള പെരിറ്റോണിയൽ ക്യാവിറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് സാധാരണ ഇതിനെ കൺജനിറ്റൽ ഹൈഡ്രോസീൽ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ടെസ്റ്റീസ് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് വയറിൽ നിന്നും വൃഷണസഞ്ചിയിലോട്ട് വരുന്ന സ്ഥലത്ത് ഒരു ചെറിയ പാസേജ് ഉണ്ട്. ആ പാസേജ് ജനിക്കുന്ന സമയത്ത്, സാധാരണ ജനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ 1-2 മാസം കഴിയുമ്പോൾ അതങ്ങ് അടഞ്ഞു പോകും. അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്ലൂയിഡ് അവിടെ കളക്ട് ചെയ്യത്തില്ല. അതാണ് കൺജനിറ്റൽ ഹൈഡ്രോസീൽ. അത് കമ്മ്യൂണിക്കേറ്റിംഗ് ആയിരിക്കും. നോൺ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നതാണ് സാധാരണ അക്വയർഡായിട്ട്. പിന്നത്തെ ആദ്യം കുഴപ്പമൊന്നും കാണത്തില്ല, കുറച്ചുകൂടെ പ്രായം കഴിയുമ്പോൾ ഈ വൃഷണസഞ്ചി വീർത്ത് വരും. ചിലപ്പോൾ ഒരു സൈഡോ അല്ലെങ്കിൽ 2 സൈഡോ ആയിട്ടോ വീർത്ത് വരും. അതിനെയാണ് നോൺ കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോസീൽ എന്ന് പറയുന്നത്. അസുഖം കണ്ടുപിടിക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. വിശദമായിട്ട് നമ്മളൊരു ഹിസ്റ്ററിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ എക്സാമിൻ ചെയ്ത് നോക്കി പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഹൈഡ്രോസീൽ മറ്റുള്ള ഹാർഡായിട്ടുള്ള മുഴകളോ അല്ലെങ്കിൽ എപ്പിഡെർമൽ സിസ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊരു ട്രാൻസ് ഇലുമിനേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടോർച്ച് അതിൻ്റെ ഓപ്പോസിറ്റിൽ വെച്ച് അടിക്കുമ്പോൾ ക്ലിയർ ഫ്ലൂയിഡ് ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് മറ്റേ സൈഡിൽ റെഡിഷ് കളറിൽ കാണാൻ പറ്റും. ഇപ്പോഴെന്നാൽ ഈ അൾട്രാസൗണ്ട് സ്കാനിങ് വന്നതിന് ശേഷം ഈ ട്രാൻസ് ഇലുമിനേഷൻ ടെസ്റ്റ് ചെയ്യാറില്ല. അൾട്രാസൗണ്ട് ചോദിച്ചാൽ 100% നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്പറേഷന് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യണം. ഇതിൻ്റെ പ്രത്യേകിച്ചൊരു കാരണമായിട്ട് പറയാനൊക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈലേറിയ ഇതിനൊരു കാരണമായിട്ട് പറയുന്നു. ചിലപ്പം ഒരു കാരണവുമില്ലാതെ ഹൈഡ്രോസീൽ ഉണ്ടായിരുന്നിരിക്കും. ചിലപ്പം ഹൈഡ്രോസീൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമായിട്ട് ചിലപ്പോൾ ഇത് ഹൈഡ്രോസീലായിട്ട് അത് രൂപാന്തരപ്പെട്ട് വരാം. വളരെ ചുരുക്കമായിട്ട് ക്യാൻസർ, ടെസ്റ്റിസിലുള്ള വൃഷണത്തിലുള്ള ക്യാൻസർ, അത് ഒരു സെക്കൻഡറി ഹൈഡ്രോസീൽ പോലെ ഒന്ന് ഹൈഡ്രോസീലായിട്ട് ചിലപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ടെസ്റ്റിക്കുലർ ട്യൂമർ തന്നെയായിരിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കണം നേരത്തെ. പിന്നെ ഈ ട്രോമ, ചെറിയ ഇഞ്ചുറിയോ, ബൈക്കിലുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റോ ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞാൽ ചിലർക്ക് ഈ ഹൈഡ്രോസീൽ ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട്. കണ്ടുപിടിക്കാനായിട്ട് രോഗിക്ക് തന്നെ ഇത് കണ്ടുപിടിച്ച് ഏകദേശം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ സ്വെല്ലിംഗ് ആയിട്ട് വരും. ഇത് പിന്നെ വീർത്ത് വരും. വലിയ വേദനയൊന്നും എപ്പോഴും കാണണമെന്നില്ല. എന്നാൽ കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വേദന തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ഹെവിനെസ് വരാം. ചിലപ്പോൾ ഒരു ഇൻഫെക്ഷനോ വല്ലതും വരുവാണെങ്കിൽ റെഡിഷ് കളർ, ആ സ്കിന്നിലൊക്കെ, സ്ക്രോട്ടൽ സ്കിന്നിലൊക്കെ റെഡിഷ് കളർ വരും. വളരെ ചുരുക്കമായിട്ട് ടെസ്റ്റിസ് ചിലപ്പോൾ ഇതിനകത്ത് കിടന്ന് തിരിയുമ്പോൾ ഈ ടോർഷൻ, അത് സിവിയർ പെയിനായിട്ട് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചുരുക്കം ചില ആൾക്കാരിൽ ഈ ലോങ് സ്റ്റാൻഡിങ് ഹൈഡ്രോസീൽ ഒത്തിരി നാളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ കൊണ്ട് ഈ ടെസ്റ്റിസിൻ്റെ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു കാരണം കൂടി ആകാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ് ഇലുമിനേഷൻ ടെസ്റ്റാണ്. ഒരു
ടോർച്ച് വെച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് കൊച്ചു പിള്ളേരുടെ ആയതുകൊണ്ട് വളരെ ക്ലിയറായിട്ട് കാണാം. സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ് ആയതുകൊണ്ടും തിന്നായതുകൊണ്ടും ഇതുപോലെ ഒരു നല്ല റെഡിഷ് കളർ പോലെ നമുക്ക് കാണാം. ഇതാണ് ട്രാൻസ്ഇലുമിനേഷൻ ടെസ്റ്റ്. ഞാൻ 4 ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എഴുതിയെങ്കിലും ഇതിൽ ഒന്നാമത്തേത് മാത്രമേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ്. മറ്റേത് രണ്ടും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആസ്പിറേഷനെ സ്ക്ലിറോതെറാപ്പി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ തന്നെയാണ് ഹൈഡ്രോസീലിനുള്ള ഏറ്റവും ഉത്തമമായ ചികിത്സ. അത് ഓപ്പൺ ചെയ്തിട്ട് ഫ്ലൂയിഡ് കളഞ്ഞിട്ട് അത് രണ്ടാമത് റെക്കർ ചെയ്ത് തിരിച്ചു വരാത്ത രീതിയിൽ ഒരു ഇവേർഷൻ പോലെ ചെയ്യും. ആ സാക്കിനെ നമ്മൾ ഇവേർട്ട് ചെയ്തിട്ട് ആ ഫ്ലൂയിഡ് കളക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അതാണ് ഹൈഡ്രോസീലിൻ്റെ ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ്. ഇനിയും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.